ഇറാനെതിരായ ഉപരോധങ്ങൾ വൈകിപ്പിക്കാനുള്ള റഷ്യയുടെയും ചൈനയുടെയും അവസാന ശ്രമത്തെ UN സുരക്ഷാ കൗൺസിൽ തള്ളി. ഗാസയിലെ ജോലി പൂർത്തിയാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ പ്രതിനിധികൾ വാക്കൌട്ട് നടത്തി. H-1B വിസ പദ്ധതി പരിഷ്കരിക്കുന്നതിന് US സെനറ്റർ ടോം കോട്ടൺ വെള്ളിയാഴ്ച ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചു. അമേരിക്കൻ തൊഴിലാളികൾക്ക് മുൻഗണന നൽകുകയും ചെയ്യുമെന്ന് ടോം കോട്ടൺ. മണിപ്പൂരിൽ അസം റൈഫിൾസ് വാഹനവ്യൂഹത്തിന് നേരെ പതിയിരുന്ന ആക്രമണം നടത്തിയ 2 തീവ്രവാദികളെ കൂടി അറസ്റ്റ് ചെയ്തു. ഹൈദരാബാദിൽ രാത്രിയിൽ പെയ്ത കനത്ത മഴയിൽ വീടുകളും പാലങ്ങളും വെള്ളത്തിനടിയിലായി. മൂസി നദി കരകവിഞ്ഞൊഴുകി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കാലാവസ്ഥാ മാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ തീരദേശ മാറ്റങ്ങൾ പഠിക്കാനൊരുങ്ങി ജില്ലാ പഞ്ചായത്തും കണ്ണൂർ സർവകലാശാലയും ധാരണാപത്രത്തിൽ ഒപ്പിട്ടു.